ഗുഡ് മോർണിംഗ് എവരിവൺ. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് വേരിയസ് കൈൻഡ്സ് ഓഫ് എഫിഷ്യൻസീസും പിന്നെ അതുപോലെ ത്രസ്റ്റ് സ്പെസിഫിക് ഫ്യൂൽ കൺസംഷൻ, സ്പെസിഫിക് ഇമ്പൾസ് എന്നിങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. സോ ഈ ഒരു ടോപ്പിക്സ് നമ്മൾ എടുക്കാൻ പോകുന്ന ഈ ഒരു ചെറിയ ചെറിയ ടോപ്പിക്സ് ആണെങ്കിലും എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ. കാരണം ഇത് 5 മാർക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നല്ല, ഒരുപാട് തവണ ചോദിച്ചതുമാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന കാര്യങ്ങൾ. അതുപോലെ ഈ ഒരു ക്വാണ്ടിറ്റീസ് ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാനും സാധിക്കുള്ളൂ. സോ സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് കൃത്യമായും ശ്രദ്ധിച്ചും ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ആദ്യം വേരിയസ് കൈൻഡ്സ് ഓഫ് എഫിഷ്യൻസീസ് നോക്കാം. സോ പ്രൊപ്പൽസീവ് എഫിഷ്യൻസി, തെർമൽ എഫിഷ്യൻസി ആൻഡ് ഓവറോൾ എഫിഷ്യൻസീസ്. അപ്പോൾ അതിനു മുമ്പ് എന്തിനാണ് നമ്മളൊരു എഫിഷ്യൻസി ഒരു സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഒരു എൻജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു എഞ്ചിനോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് വേറെ ടൂളൊന്നുമില്ല. അപ്പം ഒരു പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ബേസിക് ടൂളായിട്ടാണ് നമ്മൾ ബേസിക്കലി എഫിഷ്യൻസിയെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വെദർ ഇറ്റ് ഈസ് എഫിഷ്യൻ്റ് ഓർ നോട്ട് നോക്കാം. ഓക്കെ, അപ്പം ബേസിക്കലി പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടൂളാണ് എഫിഷ്യൻസി എന്ന് കരുതുക. ആൻഡ് ഒരു എയർക്രാഫ്റ്റ് പ്രൊപ്പൽഷനെ സംബന്ധിച്ചിടത്തോളം അതിൽ 3 എഫിഷ്യൻസീസ് ഉണ്ട്. അതായത് നമുക്ക് അതിനെ തെർമോഡൈനാമിക് പോയിന്റ് ഓഫ് വ്യൂ റെപ്രസെന്റ് ചെയ്യാം, അതുപോലെ അതിനെ മെക്കാനിക്കൽ ഡിവൈസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എഫിഷ്യൻസി കണ്ടുപിടിക്കാം, ആൻഡ് ഓവറോൾ നമുക്ക് എന്താണ് ഒരു എഫിഷ്യൻസി കണ്ടുപിടിക്കാം. സോ ആ 3 എഫിഷ്യൻസീസ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ആദ്യം തന്നെ തെർമൽ എഫിഷ്യൻസി എന്താണെന്ന് നോക്കാം. സോ ഇവിടെ തെർമൽ എഫിഷ്യൻസിയിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ദ പെർഫോമൻസ് ഓഫ് എഞ്ചിൻ ക്യാൻ ബി റേറ്റഡ് ഇൻ ടേംസ് ഓഫ് എനർജി കൺവേർഷൻ എഫിഷ്യൻസി ഓർ തെർമൽ എഫിഷ്യൻസി. നമുക്കറിയാം, നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നത് ഹീറ്റാണ്, കിട്ടുന്നത് വർക്കാണ് അല്ലേ. അവിടെ നമുക്ക് ഹീറ്റ് എനർജി വർക്കായിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുകയാണ്. സോ അവിടെ എത്രത്തോളം എനർജി കൺവേർട്ട് ചെയ്തെന്ന് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ അതിന് റെപ്രസെൻ്റ് ചെയ്യുന്ന എഫിഷ്യൻസിയാണ് തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞിരിക്കുക. നെക്സ്റ്റ് വൺ ആണ് എന്ത്? പ്രൊപ്പൽസീവ് എഫിഷ്യൻസി. ദ പെർഫോമൻസ് ഓഫ് ദി ടർബോജെറ്റ് എഞ്ചിൻ ഓർ പ്രൊപ്പല്ലർ ആസ് എ പ്രൊപ്പൽസീവ് ഡിവൈസ് ക്യാൻ ബി റേറ്റഡ് ഇൻ ടേംസ് ഓഫ് പ്രൊപ്പൽസീവ് എഫിഷ്യൻസി. നമുക്കറിയാം, ടർബോജെറ്റ് എഞ്ചിൻ അഥവാ പ്രൊപ്പല്ലർ എഞ്ചിൻസ് എന്നൊക്കെ പറഞ്ഞാൽ ബേസിക്കലി ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. സോ അതിൻ്റെ പ്രൊപ്പൽസീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പ്രൊപ്പൽസീവ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? പ്രൊപ്പൽസീവ് ഫോഴ്സിൻ്റെ എഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രൊപ്പൽസീവ് എഫിഷ്യൻസി വേണമെന്ന് അറിഞ്ഞിരിക്കുക. സോ അതാണ് പ്രൊപ്പൽസീവ് എഫിഷ്യൻസിൻ്റെ ഇൻഫ്ലുവൻസ്. ഇനി നെക്സ്റ്റ് വൺ ആണ് എന്ത്? ഓവറോൾ എഫിഷ്യൻസി. ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രൊപ്പൽസീവ് സിസ്റ്റം ഈസ് എ മെഷർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ഫ്യൂൽ എനർജി ഇൻ പ്രൊപ്പല്ലിംഗ് ദി എയർക്രാഫ്റ്റ് അറ്റ് എ ഗിവൺ സ്പീഡ്. അതായത് നമ്മൾ ഫ്യൂൽ ഉപയോഗിച്ചിട്ട് ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ അതിനെ പ്രൊപ്പൽ ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ ഇതിലൂടെ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്, ഓവറോൾ എഫിഷ്യൻസിയിലൂടെ മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓൾ റൈറ്റ്, സോ നമുക്കിത് 1 by 1 ആയിട്ട് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ബേസിക്കലി ഒരു എനർജി ഇൻട്രാക്ഷൻസ് എന്ന് അറിഞ്ഞിരിക്കുക, നമ്മൾ കൊടുക്കുന്ന എനർജി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, ആൻഡ് ഈ ഒരു ഫോഴ്സ് അനാലിസിസും. ഓക്കെ, അതായത് നമ്മൾ ബേസിക്കലി ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് എന്താണ്? ഫ്യൂലാണ് കൊടുക്കുന്നത് അല്ലേ, ഹീറ്റാണ് കൊടുക്കുന്നത്. ഫ്യൂൽ കത്തിച്ചിട്ടുള്ള ഹീറ്റാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സോ ഫ്യൂൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി MF ഇൻറ്റു QF ആണ്. ഓക്കെ, എം ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂൽ ആണ്. ഓക്കെ, M.F. സോ M.F ഇൻറ്റു QF ഇൻറ്റു ഹീറ്റ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഫ്യൂൽ പവർ ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്. എഞ്ചിനിലേക്ക് നമ്മൾ അത് കൊടുക്കുന്നു, ആൻഡ് എഞ്ചിൻ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഔട്ട്പുട്ട് ആയിട്ട് എഞ്ചിൻ പവർ കിട്ടും, ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ ഹാഫ് എം ഡോട്ട് ഇൻറ്റു CJ² മൈനസ് U². ഈ CJ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി CJ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ജെറ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് കാണാം, ഈ ജെറ്റ് വെലോസിറ്റിയാണ് CJ എന്ന് പറയുന്നത്. ഇനി U എന്ന് പറഞ്ഞാൽ എന്താണ്? U². U എന്ന് പറഞ്ഞാൽ എയറിൻ്റെ വെലോസിറ്റിയാണ്. ഓക്കെ, ഈ എയർ എഞ്ചിനിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന വെലോസിറ്റിയാണ് U. ഇനി ഇവിടെ ത്രസ്റ്റ് പവർ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ ത്രസ്റ്റ് പവർ, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി, ത്രസ്റ്റ് പവർ, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി അല്ല, ത്രസ്റ്റ് ഇൻറ്റു വെലോസിറ്റി. ബേസിക്കലി ത്രസ്റ്റും ഫോഴ്സും ഒന്നാണ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദാറ്റ് ആ ഒരു ക്വാണ്ടിറ്റിയാണ് ത്രസ്റ്റ് പവർ എന്ന് പറഞ്ഞിരിക്കുക. ഓൾറൈറ്റ്, അത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ആ വേരിയസ് എഫിഷ്യൻസീസ് ഡിഫൈൻ ചെയ്ത് അതിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് എഫിഷ്യൻസി വരുന്നത് പ്രൊപ്പൽസീവ് എഫിഷ്യൻസി. പ്രൊപ്പൽസീവ് എഫിഷ്യൻസി നമ്മൾ അതിനെ P വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പ്രൊപ്പൽസീവ് എഫിഷ്യൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് propulsive power or thrust power okay, thrust power to
പവർ ഔട്ട്പുട്ട് ഓഫ് എൻജിൻ. സോ ബേസിക്കലി ഈ രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ ആണ് നമ്മുടെ പ്രൊപ്പൽസീവ് എഫിഷ്യൻസി എന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ ഞാനിവിടെ ഓരോ ക്വാണ്ടിറ്റീസ് ചെയ്താൽ എന്തായത് പ്രൊപ്പൽസീവ് പവർ എന്ന് പറഞ്ഞാൽ പ്രൊപ്പൽസീവ് പവർ അഥവാ ത്രസ്റ്റ് പവർ ദാറ്റ് ഇസ് ഗിവൺ ബൈ പവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി അല്ലെങ്കിൽ ത്രസ്റ്റ് ഇൻറ്റു വെലോസിറ്റി ആണ് പവർ അല്ലേ. പവർ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി അല്ലെങ്കിൽ ത്രസ്റ്റ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താണ് ന്യൂമറേറ്ററിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ് പ്രൊപ്പൽസീവ് പവർ അഥവാ ത്രസ്റ്റ് പവർ അല്ലേ. നമുക്ക് പ്രൊപ്പൽസീവ് ഫോഴ്സ് കാണാൻ ഈ ത്രസ്റ്റ് കാണാനുള്ള എക്സ്പ്രഷൻ ഉണ്ട്. എന്തായിരുന്നു ത്രസ്റ്റ് കാണാനുള്ള എക്സ്പ്രഷൻ? എം ഡോട്ട് ഇൻറ്റു സി ജെ മൈനസ് യു അല്ലേ. എം ഡോട്ട് ഇൻറ്റു സി ജെ മൈനസ് യു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് എന്ത് ത്രസ്റ്റ് കാണാനുള്ള എക്സ്പ്രഷൻ എന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുക എല്ലാവരും. അപ്പം ത്രസ്റ്റ് ഫോഴ്സ് കിട്ടി അല്ലെങ്കിൽ ത്രസ്റ്റ് കിട്ടി നമുക്ക്. ത്രസ്റ്റ് ഇൻറ്റു വെലോസിറ്റി ആണ് പവർ എന്ന് നമുക്കറിയാം അല്ലേ. ത്രസ്റ്റ് ഇൻറ്റു വെലോസിറ്റി പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഇൻകമിങ് എയറിൻ്റെ വെലോസിറ്റിയാണ് ഈ ഒരു വെലോസിറ്റി. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഓൾ റൈറ്റ്. സോ നമുക്ക് പ്രൊപ്പൽസീവ് പവർ അഥവാ ത്രസ്റ്റ് പവർ കിട്ടി. ഇനി നമുക്ക് എന്താണ് അടുത്ത് വേണ്ടത്? പവർ ഔട്ട്പുട്ട് ഓഫ് എൻജിൻ അല്ലേ. പവർ ഔട്ട്പുട്ട് ഓഫ് എൻജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു നിങ്ങൾക്ക് ആ ഒരു എൻജിൻ നിന്ന് കിട്ടുന്നത് ആ ഒരു എൻജിൻ്റെ ഫിഗറിൽ ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുന്നത് വർക്ക് ഔട്ട്പുട്ട് ആ ഒരു നിങ്ങൾ ഫിഗറിൽ കണ്ടിട്ടുണ്ടാവുന്നു ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ആ ഒരു എക്സ്പ്രഷൻ ഞാൻ ഇവിടെ എഴുതി വെക്കാണ്. ഹാഫ് ഇൻറ്റു എം ഡോട്ട് ഇൻറ്റു സി ജെ സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്നാണ്. ഓക്കെ, നമുക്കിത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. ന്യൂമറേറ്റർ ഞാൻ അതുപോലെ തന്നെ എഴുതി. എം ഡോട്ട് ഇൻറ്റു സി ജെ മൈനസ് യു ഇൻറ്റു യു ഡിവൈഡഡ് ബൈ 1/2 എം ഡോട്ട്. നമുക്ക് എം ഡോട്ടും ക്യാൻസൽ ചെയ്യാത്ത സ്റ്റെപ്പിൽ എന്തായാലും. ഇനി ഈ സി ജെ സ്ക്വയർ മൈനസ് ഇതിപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമുലയാണ്. അപ്പോൾ അതിന് നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. ഓക്കെ, അപ്പം സി ജെ പ്ലസ് യു ഇൻറ്റു സി ജെ മൈനസ് യു എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ സി ജെ മൈനസ് യു ക്യാൻസൽ ചെയ്ത് ഇതും ക്യാൻസൽ ചെയ്ത് ബാക്കി റിമൈനിങ് ആയിട്ട് എന്താ ഉണ്ടാകുക? ബാക്കി റിമൈനിങ് ആയിട്ട് ദാറ്റ്സ് ഇക്വൽ ടു 2u ബൈ സി ജെ പ്ലസ് യു ആണ്. ഓക്കെ, ഓർ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ യുവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. രണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുക. സോ ബാക്കി എന്ത് കിട്ടും? സി ജെ ബൈ യു പ്ലസ് 1 കിട്ടും. ഓക്കെ, അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു എഫക്റ്റീവ് സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റിയെ. ഓക്കെ, എഫക്റ്റീവ് സ്പീഡ് റേഷ്യോ എന്തായിരുന്നു? എഫക്റ്റീവ് സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് സ്പീഡ് റേഷ്യോ സിഗ്മ. ഇത് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? പ്രൊപ്പല്ലർ ത്രസ്റ്റ് കാണാനുള്ള എക്സ്പ്രഷനിൽ ഉണ്ടായിരുന്നു ഈ ഒരു എഫക്റ്റീവ് സ്പീഡ് റേഷ്യോ സിഗ്മ എന്നുള്ളത്. ആൻഡ് അതെന്തായിരുന്നു? എഫക്റ്റീവ് സ്പീഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ യു ബൈ സി ജെ ആയിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു വാല്യൂ തൊട്ട് മുകളിലത്തെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഗിവൺ ബൈ propulsive efficiency is given by 2 by ഇവിടെ സി ജെ ബൈ യു ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ 1 ബൈ സിഗ്മ പ്ലസ് 1 കിട്ടും. ഓൾറൈറ്റ്, ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? 2 സിഗ്മ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 സിഗ്മ ബൈ 1 പ്ലസ് സിഗ്മ എന്ന് നമുക്ക് പ്രൊപ്പൽസീവ് എഫിഷ്യൻസിൻ്റെ ടേം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആ പ്രൊപ്പൽസീവ് എഫിഷ്യൻസിൻ്റെ എക്സ്പ്രഷൻ ഞാൻ ഇവിടേക്ക് ഒന്നുകൂടെ എടുത്ത് ചെയ്താണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ പ്രൊപ്പൽസീവ് എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ 2 സിഗ്മ ബൈ 1 പ്ലസ് സിഗ്മ എന്നുള്ളത്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് എന്ത്? ഒന്നെങ്കിൽ പ്രൊപ്പൽസീവ് എഫിഷ്യൻസിൻ്റെ ഡെഫിനേഷനും അത് കാണാനുള്ള എക്സ്പ്രഷനും, അല്ലാന്നുണ്ടെങ്കിൽ തെർമൽ എഫിഷ്യൻസി, ഇനി അതും എന്നുണ്ടെങ്കിൽ ഓറൽ എഫിഷ്യൻസി. ചിലപ്പോൾ ഇത് മൂന്നും ചോദിക്കാറുണ്ട്. സോ നിങ്ങളിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കാം. ഇനി ഒരു കണ്ടീഷൻ കൂടെ നോക്കാം. പ്രൊപ്പൽസീവ് എഫിഷ്യൻസി മാക്സിമം ഇല്ലെങ്കിൽ 100 ഏത് കണ്ടീഷനിലായിരിക്കും നമുക്ക് പ്രൊപ്പൽസീവ് എഫിഷ്യൻസി 100% കിട്ടുക? നോക്കാം. ഏത് കണ്ടീഷനിലാണ് കിട്ടുക? ആ ഒരു ഇക്വേഷൻ നോക്കുക. 100 ഇല്ലെങ്കിൽ 1 കിട്ടുക എവിടെയാണ്? സിഗ്മ ഈക്വൽ ടു 1 ആകുമ്പോൾ അല്ലേ. സിഗ്മ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ജെറ്റ് വെലോസിറ്റി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എയർ വെലോസിറ്റി ഓഫ് എയർ. ഓക്കെ, ഈ ഒരു കണ്ടീഷനിലാണ് എന്ത്? പ്രൊപ്പൽസീവ് എഫിഷ്യൻസി 100% ആയിട്ട് കിട്ടുക എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വേരിയസ് എയർക്രാഫ്റ്റ് എൻജിൻ കോൺഫിഗറേഷൻസ്, അതായത് ടർബോ ഫാൻ, ടർബോ ജെറ്റ്, ടർബോ പ്രൊപ്പ് എൻജിൻസ്, അങ്ങനെ നമ്മൾ 3 എൻജിൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ അടുത്തായിട്ട് നമുക്ക് എടുക്കാൻ പോകുന്നത് ഈ 3 എൻജിൻസിൻ്റെ പ്രൊപ്പൽസീവ് എഫിഷ്യൻസി എങ്ങനെ സ്പീഡിനനുസരിച്ച് വേരി ചെയ്യുന്നതാണ് നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത്. ഓക്കെ, സോ അതിനായിട്ട് ഈ ഗ്രാഫ് ഒന്ന് എല്ലാവരും നോക്കുക. ഈ ഗ്രാഫിൽ എന്താ പറയുന്നത്? എക്സ് ആക്സിസിൽ ഫ്ലൈറ്റിൻ്റെ സ്പീഡാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് വൈ ആക്സിസിൽ പ്രൊപ്പൽസീവ് എഫിഷ്യൻസിയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ എടുത്തത് ടർബോ പ്രൊപ്പ് എൻജിൻ, അതുപോലെ ടർബോ ഫാൻ എൻജിൻ, ടർബോ ജെറ്റ് എൻജിൻ.
അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ എഞ്ചിൻസും എടുത്തതാണ്. അപ്പോൾ ഈ ടർബോ പ്രൊപ്പ് എഞ്ചിൻ്റെ അഡ്വാൻറ്റേജിൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് സ്പീഡിൽ അത് വളരെ എഫിഷ്യൻ്റ് ആണ്. അപ്പം ഇവിടുത്തെ പർട്ടിക്കുലർ റേഞ്ച് ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏകദേശം 400 മുതൽ 600 km/h സ്പീഡിൽ, അല്ലെങ്കിൽ ലോ സ്പീഡ് അപ്ലിക്കേഷൻസിൽ ടർബോ പ്രൊപ്പ് എഞ്ചിൻ വളരെ എഫിഷ്യൻ്റ് ആണ്. ഓക്കെ. എന്നാൽ ടർബോ ഫാനും അതുപോലെ ടർബോ ജെറ്റും നോക്കുക. ടർബോ ഫാനും ടർബോ ജെറ്റും അതിൻ്റെ എഫിഷ്യൻസി മാക്സിമം ആവുക വെരി ഹൈ വെലോസിറ്റിയിലാണ് അല്ലേ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് അടുത്ത എഫിഷ്യൻസി ആയ തെർമൽ എഫിഷ്യൻസിയിലേക്ക് പോകാം. ഓക്കെ. Then we have second kind of efficiency called thermal efficiency. Okay, thermal efficiency and TH. So നമുക്ക് തെർമൽ എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ എന്താ നോക്കാം. ഞാനിവിടെ എക്സ്പ്രഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ എഴുതുക, ദെൻ എക്സ്പ്രഷൻ എഴുതുക, ആൻഡ് അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ എഴുതി വെക്കുക. ഓക്കെ. എന്നാലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഞാനവിടെ ടൈമിൽ സേവ് ചെയ്യാനും അതുപോലെ ഇവിടുത്തെ സ്പേസ് ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനുമാണ് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ എക്സ്പ്രഷൻ എഴുതി വെക്കുന്നത്. ഓക്കെ. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ തെർമൽ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ എന്താണ്, പവർ ഔട്ട്പുട്ട് ഓഫ് ദി എൻജിൻ. It is a ratio of power output of the engine to power input to the engine through fuel. Okay. So നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസ് എഴുതാം. പവർ ഔട്ട്പുട്ട് ഓഫ് ദി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി പവർ ഔട്ട്പുട്ട് ഓഫ് എഞ്ചിൻ ഈസ് ഗിവൺ ബൈ 1/2 ഇൻറ്റു എം ഡോട്ട് ഇൻറ്റു, ഓർക്കുന്നില്ല ഫിഗർ, CJ² - U² എന്നാണ്. ഓക്കെ. ഇനി പവർ ഇൻപുട്ട്, അപ്പം പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. പവർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി നമ്മൾ ഹീറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ. ഫ്യൂവൽ സപ്ലൈ ചെയ്തിട്ട് ഹീറ്റ് ആയിട്ട് അത് ബേൺ ചെയ്തിട്ടുള്ള ഹീറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ m.f ഇൻറ്റു QF ആണ്. ഓൾ റൈറ്റ്. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ കുറച്ച് ഇൻ്റർചേഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സ്പ്രഷനാണ്. ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് 1/2 അതേപോലെ എടുത്ത് എഴുതി, ബാക്കി CJനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ് ആ ഒരു ബ്രാക്കറ്റിൽ നിന്ന്, ന്യൂമറേറ്ററിലുള്ള. ഓക്കെ. അപ്പോൾ എന്ത് വരും, CJ² ഇൻറ്റു 1 - U² CJ² എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ എന്താ ഉണ്ടാവുക, ഞാൻ ആ എം ഡോട്ടിന് താഴത്തേക്ക് എടുത്ത്, ഓക്കെ, മേലുള്ള എം ഡോട്ടിന് താഴേക്ക് എടുത്ത്, അതെന്ന് പറഞ്ഞാൽ m.f/m ആണ്. ഓക്കെ. ബാക്കി എന്താ ഉണ്ടാവുക താഴെ, ഇൻറ്റു QF റിമൈനിങ് ആണ് അല്ലേ. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ എഫ് എന്നുള്ളൊരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ m.f/m റെപ്രസെൻറ്റ് ചെയ്യാറ്. ഓക്കെ. m.f/m എന്ന് പറഞ്ഞാൽ എന്താണ്, m.f എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവൽ, m.f എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ. അപ്പം അതിൻ്റെ റേഷ്യോനാണ് നമ്മൾ എഫ് എന്നുള്ള ടേം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. സോ അടുത്ത സ്റ്റെപ്പിൽ ഇതെങ്ങനെയായിട്ട് മാറും, 1/2 ഇൻറ്റു ഈ CJ² അതേപോലെ തന്നെ എടുത്ത് എഴുതി, ബാക്കി എന്ത് ചെയ്താൽ നമുക്ക് 1 - U² CJ² എന്ന് പറഞ്ഞാൽ എന്താണ്, σ². ഓക്കെ. ഡിവൈഡഡ് ബൈ താഴത്ത് എന്താ ഉണ്ടാവുക, F ഇൻറ്റു QF. ഓക്കെ. ഇതിനൊന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് നീറ്റായിട്ട് എഴുതി നമുക്ക് എന്ത് കിട്ടും, തെർമൽ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ CJ² ഇൻറ്റു 1 - σ² ഓൾ ഡിവൈഡഡ് ബൈ F ഇൻറ്റു QF എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. ഓക്കെ. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, അറിഞ്ഞിരിക്കുക. ഓക്കെ. നമുക്ക് ഇനി അടുത്തതായിട്ട് ഓവറോൾ എഫിഷ്യൻസീൻ്റെ എക്സ്പ്രഷൻ ഇതേപോലെ കണ്ടുപിടിക്കാം. നമുക്ക് അടുത്തായിട്ട് മൂന്നാമത്തെ എഫിഷ്യൻസി ആയ ഓവറോൾ എഫിഷ്യൻസി നോക്കാം. ഓവറോൾ എഫിഷ്യൻസി n eta ഓവറോൾ. സോ ഓവറോൾ എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ ആദ്യം എഴുതി വെക്കണം. ഞാൻ ആ ഡെഫിനിഷൻ ഇവിടെ സ്കിപ്പ് ചെയ്യാണ്, ആ ഒരു എക്സ്പ്രഷനാണ് എഴുതി വെക്കുന്നത്. ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് propulsive power to power input to engine through fuel. ഓക്കെ. സോ നമുക്കതിൻ്റെ എക്സ്പ്രഷൻസ് ഇവിടെ എഴുതി വെക്കാം. പവർ ഔട്ട്പുട്ട് പറഞ്ഞാൽ എന്താണ്, m.f ഇൻറ്റു CJ - U ഇൻറ്റു U ആണ് പവർ ഔട്ട്പുട്ട്. ഓക്കെ. ഇൻറ്റു പവർ ഇൻപുട്ട്, അതായത് നമ്മൾ ഫ്യൂവൽ സപ്ലൈ ആയിട്ട് കൊടുക്കുന്നത്, അതായത് MF ഇൻറ്റു QF ആണ്. ഓൾ റൈറ്റ്. ഞാൻ ഈ രണ്ട് എക്സ്പ്രഷനിലും, ഇല്ലെങ്കിൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 1/2 m.f ഇൻറ്റു CJ - U വെച്ചിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും
മൾട്ടിപ്ലൈ ചെയ്യണം. സോ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും നോക്കാം നമുക്ക്. ദാറ്റ് ഇസ് ഈക്വൽ ടു എം ഡോട്ട് ഇൻറ്റു സി ജെ മൈനസ് യു ഇൻറ്റു യു ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു എം ഡോട്ട് ഇൻറ്റു സി ജെ സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു 1/2 ഇൻറ്റു എം ഡോട്ട് ഇൻറ്റു സി ജെ സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ഡോട്ട് എഫ് ഇൻറ്റു ക്യൂ എഫ് എന്ന് കിട്ടും. ഓക്കെ, ഇതെല്ലാം ഈ ഫസ്റ്റ് ടേം നമ്മൾ നല്ല ഫെമിലർ ആണ്. എന്തായിരുന്നു എൻ ഓവർ ഈറ്റ ഓവറോൾ ഈക്വൽ ടു എന്തായിരുന്നു ഈ ഒരു ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ടേം ആണ് നമ്മുടെ പ്രൊപ്പൽസീവ് എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ അല്ലേ. ഇൻറ്റു രണ്ടാമത്തെ ടൈം എന്തായിരുന്നു ഹാഫ് എം സി ജെ സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ എം എഫ് ഇൻറ്റു ക്യൂ എഫ് എന്ന് പറഞ്ഞാൽ തെർമൽ എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ ആയിരുന്നു അല്ലേ. നമുക്ക് എന്ത് പറയാം, ഓവറോൾ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ പ്രോഡക്റ്റ് ഓഫ് പ്രൊപ്പൽസീവ് എഫിഷ്യൻസി ആൻഡ് തെർമൽ എഫിഷ്യൻസി എന്ന് പറയാം. സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് കുറച്ച് ടേംസിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. സോ നമ്മൾ നേരത്തെ എഫിഷ്യൻസി ഒരു എഞ്ചിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ടൂളായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു ടൂളാണ് എന്ത് സ്പെസിഫിക് ഫ്യൂൽ കൺസംഷൻ. അതായത് ഒരു എയർക്രാഫ്റ്റ് എഞ്ചിൻ ഇല്ലെങ്കിൽ ഒരു എഞ്ചിൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു എഞ്ചിൻ ആയിക്കോട്ടെ, ആ ഒരു എഞ്ചിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് നമ്മൾ ഫ്യൂൽ കൺസംഷൻ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്പെസിഫിക് ഫ്യൂൽ കൺസംഷൻ ആണ്. വെറും സ്പെസിഫിക് ഫ്യൂൽ കൺസംഷൻ അല്ല, നമുക്കറിയാം ഒരു എയർക്രാഫ്റ്റ് എന്താണ് ത്രസ്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. സോ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ത്രസ്റ്റ് സ്പെസിഫിക് ഫ്യൂൽ കൺസംഷൻ ആണ്. ഓക്കെ, ആൻഡ് ഈ ത്രസ്റ്റ് സ്പെസിഫിക് ഫ്യൂൽ കൺസംഷൻ ഈസ് ഗിവൺ ബൈ TSFC എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് എം ഡോട്ട് എഫ് ടു എഫ്. അതായത് it is defined as the fuel consumption rate per unit thrust. Okay, fuel consumption rate per unit thrust. അപ്പോൾ ഇതിൽ എം ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂൽ. ഇത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന ഫ്യൂലിൻ്റെ ഫ്ലോ റേറ്റ് ആണ് എം ഡോട്ട് എഫ്. ഇനി ഡിനോമിനേറ്ററിലുള്ള എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ത്രസ്റ്റ് ആണ് അല്ലേ. ത്രസ്റ്റ് കാണാനുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു, ത്രസ്റ്റ് കാണാനുള്ള എക്സ്പ്രഷൻ എം ഡോട്ട് ഇൻറ്റു സി ജെ മൈനസ് യു ആയിരുന്നു അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഈ ത്രസ്റ്റ് സ്പെസിഫിക് ഫ്യൂൽ കൺസംഷനും നമുക്ക് ഓവറോൾ എഫിഷ്യൻസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു റിലേഷനാണ് നിങ്ങളിവിടെ അടുത്ത സ്റ്റെപ്പിൽ കാണാൻ പോകുന്നത്. സോ അതെങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. നമുക്കറിയാം ഓവറോൾ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, എം ഡോട്ട് ഇൻറ്റു നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ എടുത്തിട്ടുള്ളൂ, എം ഡോട്ട് ഇൻറ്റു സി ജെ മൈനസ് യു ഇൻറ്റു യു ആയിരുന്നു. ഓക്കെ, ഡിവൈഡ് ബൈ എം ഡോട്ട് എഫ് ഇൻറ്റു ക്യു എഫ് ആണ്. ഓക്കെ, ഇതെല്ലാം ന്യൂമറേറ്ററിലുള്ള എം ഡോട്ട് സി ജെ മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി എം ഡോട്ട് ഇൻറ്റു സി ജെ മൈനസ് യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ആണ്, ത്രസ്റ്റ് ആണെന്ന് അറിയാം അല്ലേ, എഫ്. ബാക്കി എന്താ ന്യൂമറേറ്ററിൽ ഉണ്ടാവുക, യു ആണ് ഉണ്ടാവുക. ഓക്കെ, ഡിനോമിനേറ്ററിൽ എം ഡോട്ട് എഫ് ഇൻറ്റു ക്യു എഫ്. ഓക്കെ, എം ഡോട്ട് എഫ് ഇൻറ്റു ക്യു എഫ്. ഇനി ഇതിൽ ഈ ഒരു ടേം നോക്കാം, ഇതിൽ എഫ് ബൈ എം ഡോട്ട് ആണ്. നമുക്കറിയാം എം ഡോട്ട് ബൈ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, TSFC ആണ് അല്ലേ. സോ അടുത്ത സ്റ്റെപ്പിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, ദാറ്റ് ഇസ് ഗിവൺ ബൈ യു ബൈ TSFC ഇൻറ്റു ക്യു എഫ് എന്ന് എഴുതാം. ഓക്കെ, ഓർ ഇൻ അതർ വേർഡ്സ് നമുക്ക് ഈ ഒരു ഓവറോൾ എഫിഷ്യൻസി ഒന്ന് താഴത്തേക്ക് എടുത്ത് എഴുതാണ്. ഓവറോൾ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ യു ബൈ TSFC ഇൻറ്റു ക്യു എഫ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഈ ഒരു കൺവേർഷനും അറിഞ്ഞിരിക്കുക. നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അറിയേണ്ടത് ഇതാണ്, പക്ഷെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ രണ്ടും ആവശ്യം വരും. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് എടുക്കാനുള്ളതാണ് സ്പെസിഫിക് ത്രസ്റ്റ്. ഓക്കെ, സ്പെസിഫിക് ത്രസ്റ്റ് അതിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക FS. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡിവൈഡഡ് ബൈ മാസ് ആയിരുന്നു അല്ലേ. സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് എൻതാൽപ്പി, സ്പെസിഫിക് എനർജി എന്നൊക്കെ പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ മാസ് ആയിരുന്നു ചെയ്തത് അല്ലേ, നമ്മൾ തെർമോഡൈനാമിക്സ് ചെയ്തത് ഓർക്കുന്നില്ലേ. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന സെയിം കാര്യം തന്നെയാണ്, പക്ഷെ ഇവിടെ ചെയ്യുന്ന ചെറിയ ചേഞ്ചേ ഉള്ളൂ. ഇവിടെ മാസിനെ കൊണ്ടല്ല നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, പെർ യൂണിറ്റ് മാസ് ഫ്ലോ റേറ്റ് ഇരിക്കുന്നു അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് as the thrust produced per unit flow rate through propulsive device എന്നുള്ളതാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. സോ ദാറ്റ് ഇസ് ഗിവൺ ബൈ സ്പെസിഫിക് ത്രസ്റ്റ് FS is given by എന്താണ്, ത്രസ്റ്റ് പെർ
യൂണിറ്റ് ഫ്ലോ റേറ്റ്. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കും നിങ്ങൾ. ഓക്കെ, അതുപോലെ എയർക്രാഫ്റ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള മറ്റൊരു പാരാമീറ്ററാണ് സ്പെസിഫിക് ഇമ്പൾസ് എന്നുള്ളത്. ഓക്കെ, സ്പെസിഫിക് ഇമ്പൾസ്. ഓക്കെ, സ്പെസിഫിക് ഇമ്പൾസ് നമ്മൾ IS വെച്ചിട്ടാണ് സ്പെസിഫിക് ഇമ്പൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാറ്. സോ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഓർത്തോളാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ത്രസ്റ്റ് ഡെവലപ്ഡ് per unit weight flow rate. Okay, weight flow rate through the propulsive device. Sorry, ഇവിടെ സ്പെസിഫിക് എന്നുണ്ട്, സ്പെസിഫിക് ഇമ്പൾസ്. ഓക്കെ, അതായത് ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്താം, IS ഈസ് ഗിവൺ ബൈ ത്രസ്റ്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഫ്ലോ റേറ്റ് ആണ് അല്ലേ. ത്രസ്റ്റ് ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ F, പെർ യൂണിറ്റ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ W. ഓക്കെ, യൂണിറ്റ് വെയിറ്റ് ഫ്ലോ റേറ്റ് W ഡോട്ട്. ഓൾ റൈറ്റ്. സോ ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? F എന്ന് പറഞ്ഞാൽ ത്രസ്റ്റ് കാണാനുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? M ഡോട്ട് ഇൻറ്റു CJ മൈനസ് U ഡിവൈഡ് ബൈ വെയിറ്റ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു G ആണ്. ഓക്കെ, നമുക്കിതിൽ M ഡോട്ടും ക്യാൻസൽ ചെയ്യാം. ആൻഡ് ആ മുകളിലത്തെ ബ്രാക്കറ്റിൽ നിന്ന് ഞാൻ യുവിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. ഓക്കെ, അപ്പം ബാക്കി എന്തുണ്ടാവും? U ബൈ G ഉണ്ടാകും അല്ലേ. ഇൻറ്റു എന്താ ഉണ്ടാകുക? CJ ബൈ U മൈനസ് 1 ആയിരിക്കും ഉണ്ടാകുക റിമൈനിങ് ആയിട്ട് അല്ലേ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താം? IS ഈസ് ഗിവൺ ബൈ U ബൈ G ഇൻറ്റു CJ ബൈ U. നമുക്ക് U ബൈ CJ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിഗ്മ ആയിരുന്നു. സോ ഇവിടെ 1 ബൈ സിഗ്മ മൈനസ് 1 കിട്ടും. സോ ഇതാണ് എന്ത്? സ്പെസിഫിക് ഇമ്പൾസ് കാണാനുള്ള എക്സ്പ്രഷൻ എന്ന് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ ഒരു കാര്യം കൂടെ, ഈ ഒരു എക്സ്പ്രഷനിൽ വെയിറ്റ് ഫ്ലോ റേറ്റ് W ഡോട്ട് ഈക്വൽ ടു W ഡോട്ട് A എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ പറയാം എയർ സ്പെസിഫിക് ഇമ്പൾസ് ആണെന്നാണ്. ഓക്കെ, ഇമ്പൾസ് എന്നാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഈ കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ എടുത്തത് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. വളരെ ബേസിക്കും ഫണ്ടമെന്റൽസുമാണ് മാത്രമാണ് നമ്മൾ എടുത്തത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ചെയ്യാനാണെങ്കിലും ആവശ്യമുണ്ട്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.